ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന് പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ UDF മുന്നണി 140 സീറ്റുകളിൽ 102 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലേക്ക് തിരമാല പോലെ തിരിച്ചെത്തിയത്. കോൺഗ്രസിന് മാത്രമായി സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും ലഭിക്കാത്ത രീതിയിൽ 62 സീറ്റുകൾ ലഭിച്ചു. തനിച്ച് കേവല ഭൂരിപക്ഷം നേടുന്നതിന് വെറും 9 സീറ്റുകളുടെ കുറവ്. തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ മത്സരിക്കാനുള്ള അബദ്ധ തീരുമാനമാണ് സീറ്റുകളുടെ എണ്ണം 5ലേക്ക് കുറച്ചത്. വിജയിയുടെ പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് താല്പര്യം ആയിരുന്നെങ്കിലും അവസാനം മല്ലികാർജുൻ ഖാർഗെയുടെയും ചിദംബരത്തിൻ്റെയും അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് DMK മുന്നണിയിൽ തന്നെ നിന്നുകൊണ്ട് മത്സരിക്കുകയായിരുന്നു. 75 സീറ്റുകൾ കോൺഗ്രസിന് മത്സരിക്കാൻ വിജയിയുടെ പാർട്ടി ഓഫർ ചെയ്തതാണ്. അങ്ങനെ മത്സരിച്ചിരുന്നു എങ്കിൽ മുന്നണിയായി 180-ൽ കുറയാതെ സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കോൺഗ്രസിന് തനിച്ചായി 50 സീറ്റുകൾ ലഭിക്കാനുള്ള വലിയ സാധ്യതയും. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കത്തിലാണ് വിജയിയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിന് തമിഴ്നാട് ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുകയാണ്. അതും മികച്ച പ്രാതിനിധ്യമാണ് വിജയ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഇതിനു മുൻപ് 1967-ലാണ് അവസാനമായി കോൺഗ്രസിന് തമിഴ്നാട് ഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ദ്രാവിഡ പാർട്ടികളുടെ വരവോടുകൂടി കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും മാറി മാറി ദ്രാവിഡ പാർട്ടികളുടെ കൂടെ ചേർന്ന് മത്സരിച്ച കോൺഗ്രസിന് അവർ ഭരണത്തിൽ പ്രാതിനിധ്യം നൽകാതെ ഇരിക്കുകയുമാണ് ചെയ്തത്. 5 MLA-മാർ മാത്രമുള്ള കോൺഗ്രസിൽ നിന്ന് 2 പേർക്കാണ് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എക്സിൽ കുറിച്ചതാണ് ഇത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ MLA-മാരായ രാജേഷ് കുമാറിന്റെയും P വിശ്വനാഥിന്റെയും മന്ത്രിസഭാ പ്രവേശനത്തിന് അംഗീകാരം നൽകി. ഇത് കോൺഗ്രസിന് ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ്. കാരണം 59 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്യാബിനറ്റിൽ കോൺഗ്രസ് ചേരുന്നത്. വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ രാഹുൽ ഗാന്ധിയും വിജയും ചേർന്നുള്ള ബോഡി ലാംഗ്വേജ് 2 പേരും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു. മുൻപ് വിജയ് കോൺഗ്രസിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച കാര്യവും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. Selfie time with the Honorable Chief Minister of Tamil Nadu. உங்க கூட செல்ஃபி, நம்ம கூட செல்ஃபி. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിജയ് സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചത് കോൺഗ്രസിന്റെ ഡേറ്റ അനാലിസിസ് വിഭാഗം തലവനും വിജയിയുടെ സുഹൃത്തുമായ പ്രവീൺ ചക്രവർത്തിയായിരുന്നു. KC വേണുഗോപാലിന്റെ ട്വീറ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ചതാണ് ഇത്. ഷെയർ ഇൻ ഗവർണൻസ്, ഷെയർ ഇൻ പവർ. ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അദ്ദേഹം പിന്നീട് തിരിച്ച് ക്ലാസ്സിൽ എത്തിയപ്പോൾ വിജയിയുടെ സിനിമയിലെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ തമിഴ്നാട് ഇൻചാർജായ ഗിരീഷ് ചൗദൻകർ കോൺഗ്രസിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നത് കേൾക്കാം. It's a very emotional moment and very historic moment. The last 59 years our cadre worked hard with full dedication, with full commitment, with full loyalty. Even without power, they remained firmly with the party.
and they did everything that is possible to grow the party in Tamil Nadu. But unfortunately, we never got the opportunity to be part of this government after we lost our government in 1967. So nearly after 59 years, our MLAs have sworn in as the ministers. So we are very much grateful to the people of Tamil Nadu and to our entire cadre, and we dedicate both the ministers to our cadre, and they will take care of our cadre henceforth. ഇന്നലെയാണ് ഈ രണ്ട് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാം. பே விஸ்வநாதன் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின் பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழுமுதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் அமைச்சராக உண்மையாகவும் உலச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விலக்கி பல திறப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். சே ராஜேஷ்குமார் என்னும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழுமுதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் அமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியலமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டோன் மீது ஆணையிட்டு உறுதிமொழிகிறேன். അങ്ങനെ ഏതാണ്ട് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിന് തമിഴ്നാട് ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ആന്ധ്രാപ്രദേശ് ഒഴികെയുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് പ്രാതിനിധ്യം ഉള്ളതോ ആയ മന്ത്രിസഭ ഉണ്ടായിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണ് ഇത്. അതുപോലെ തന്നെ BJPക്ക് 15% വോട്ടുകളില്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക വലിയ പ്രയാസമാണെന്നും ഇത് തെളിയിക്കുകയാണ്. തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും DMK നൽകിയതിനേക്കാൾ വളരെയധികം സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ വിജയ് തയ്യാറാവും എന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ വലിയ ഉയർത്തെഴുന്നേൽപ്പിന് ഇത് കാരണമാവും. തീർച്ചയായും വിജയുടെ ഭരണം മെച്ചപ്പെട്ടതാണെങ്കിൽ തുടർച്ചയായി വളരെ ടൈമുകൾ അവർക്ക് കോൺഗ്രസിന്റെ പിന്തുണയോടെ തമിഴ്നാട്ടിൽ ഭരണം നിലനിർത്താൻ ആവും. ഏതാണ്ട് 6 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട് ഭരണത്തിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ലഭിച്ചതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?